ആദ്യത്തിന്റെ വീട്ടിൽ ഒളിപ്പിച്ചത് സേതുലക്ഷ്മിയാ. സേതുലക്ഷ്മിക്ക് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാം തകിടം മറിച്ച് കളഞ്ഞല്ലോ. ഈശ്വരന്മാരെല്ലാം നമ്മുടെ കൂടെയാണ് ഭദ്ര. ആദ്യത്തിനെ പുറത്തിറക്കാൻ ശ്രമിച്ച നമുക്ക് സേതുലക്ഷ്മിയും കൂടി വീഴ്ത്തി തന്നത് ഈശ്വരന്റെ ബമ്പർ സമ്മാനം അല്ലെങ്കിൽ പിന്നെന്താ? ഇത് ബമ്പറല്ല, സൂപ്പർ ബമ്പറാ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും തനിക്ക് കർണന്റെ ശക്തിയിൽ വിശ്വാസം വന്നല്ലോ. ഇതിലും ശക്തിയേറിയ ദിവ്യാസ്ത്രങ്ങൾ കർണന്റെ ആവനാഴിയിൽ ഇനിയും ബാക്കിയാ. തോൽക്കുമെന്ന് തീർച്ചയാവുമ്പോ മാത്രം ഉപയോഗിക്കാൻ കരുതി വെച്ച സകലതും തകർത്ത് തരിപ്പണമാക്കാൻ കെൽപ്പുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ. കർണന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇനിയൊരു പോരാളി ജന്മം എടുത്തിട്ട് വേണം. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം കർണ. ഇത് ആഘോഷിച്ചേ പറ്റൂ. അതിനുള്ള സർവ്വ സന്നാഹങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത് ഡാലിയ. എന്നാ പിന്നെ നമ്മൾ തുടങ്ങില്ല. ഓക്കേ സർ, എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. കുക്കിംഗ് ആൻഡ് സെർവിംഗ് ഞാൻ ഏറ്റു. എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം തോന്നിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഈ ആഘോഷം നാളെ പുലരും വരെ അടിച്ചു പൊളിക്കണം നമുക്ക്. അഞ്ജലി, കരയില്ല മോളെ. ഏട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഏട്ടനെവര് വല്ലാണ്ട് ഉപദ്രവിച്ചല്ലേ? എന്താ എന്താ ഇതൊക്കെ? എനിക്കറിയില്ല മോളെ, വിഷമിക്കണ്ട. എന്നെ അവരൊന്നും ചെയ്തില്ലല്ലോ. ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാ. അല്ലാതെ മോള് വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. കരയല്ലേ? നമുക്ക് ആരും ഇല്ലാതായി പോയല്ലോ ഏട്ടാ. ഏട്ടനെ രക്ഷിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഒറ്റയ്ക്കായി പോയല്ലോ ഞാൻ. പോട്ടെ, മോൾ എന്ത് ചെയ്യാനാ? ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ? മോടെ കല്യാണം മുടങ്ങി പോകുന്നുള്ള പേടി മാത്രമേ ഏട്ടനുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നാണക്കേട് കാരണം നന്ദനന്റെ മോളെ വേണ്ടാന്ന് പറഞ്ഞ് ഏട്ടനത് സഹിക്കാൻ പറ്റുമോ? ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നന്ദന്റെ വീട്ടിലേക്ക് ആദ്യം പോയത്. എന്റെ മോക്ക് ഭാഗ്യമുണ്ട്. നന്ദനും വീട്ടുകാർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായി. ഈ ഒരു കാരണം കൊണ്ട് മോളുടെ കല്യാണം മുടങ്ങില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇനി ഒരു പ്രശ്നവുമില്ല. സമാധാനായിട്ടിരി. പിന്നെ നീ ചെന്ന് ഏട്ടന് നല്ലൊരു ചായ തന്നെ. എത്ര ദിവസമായി മോളുടെ കയ്യിൽ നിന്ന് എന്തേ വാങ്ങിക്കഴിച്ചിട്ട്? വാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈശ്വര. മനു, എന്താ അവന് പറ്റിയത്? ഒന്നും അറിയാത്ത ഇള്ള കുട്ടിയൊന്നും അല്ലല്ലോ. മനഃപൂർവ്വം ചെയ്തല്ലേ? ഇല്ല, മനഃപൂർവ്വം ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ കഴിയില്ല. സേതുവെടുത്തെ ചതിക്കാൻ കർണന്റെ വാക്ക് കേട്ട്. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. ഒരു ചതിയില്ല. കാശുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുകയല്ലേ അവൻ. മനസ്സങ്ങനെ ആയിപ്പോയി. പിന്നെ അതിന്റെ മുമ്പിൽ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളോട് ഇത്രയും സ്നേഹമുള്ള സേതുവെടുത്തി ചതിക്കാൻ അവൻ കൂട്ടു നിൽക്കോ? നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല മാളു. മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നല്ലാതെ അവന് നമ്മളെയൊന്നും ചതിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നന്ദന്റെ കല്യാണം മുടക്കാൻ സേതുലക്ഷ്മി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതെന്ന് അവൻ ഏറ്റു പറഞ്ഞത്. കുടുംബത്തോടും ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണോ അവൻ ഈ കുടിഞ്ചതിക്ക് കൂട്ടുന്നത്? പറയേ. നമ്മളെ സഹായിക്കാൻ വന്നവരെ പോലും വെറുതെ വിടാതെ കള്ളനോട്ട് കേസിൽ കുടുക്കിയത് കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൊണ്ടാണോ? അച്ഛാ, അങ്ങനൊന്നും പറയരുത്. അവനെ അവര് പറഞ്ഞു പറ്റിച്ചതാവും. അവന്റെ പ്രായത്തെ ഓർത്തെങ്കിലും നമുക്ക് അവനോട് ക്ഷമിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ പോരുത്. തറവാട് കുളം തോണ്ടാൻ നടക്കുന്നവരുടെ കൂടെ കൂടി ഇത്രയും വലിയ ദ്രോഹം നമ്മളോട് ചെയ്തിട്ട് അവനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ പോയി പോലീസുകാരുടെ കാല് പിടിക്കണം? ഇനി അവൻ പുറത്തിറങ്ങി എന്റെ കൺവെട്ടത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിച്ച എന്റെ ശേഷക്രിയ ചെയ്യാൻ പോലും അവൻ വരാൻ പാടില്ല. ഇതെന്റെ തീരുമാനമാണ്. എന്നെ ധിക്കരിച്ച് അവന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാ പിന്നെ തിരിച്ചിവിടെ കാലുകുത്താവുന്ന ആരും കരുതണ്ട. ഇനി എനിക്ക് ഇങ്ങനൊരു മകനില്ല. ഭീമ ജുവൽസ്
ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. പാർലെ ക്രാക്ക് ജാക്കിന്റെ ഭാരിച്ച ഓഫർ വേഗമാകട്ടെ. ശക്തി മസാല പ്രത്യേക വക, ശക്തി മസാല പ്രത്യേക രുചി, പല വിധത്തിൽ ലഭ്യമെങ്കിലും നാവിൽ തങ്ങി നിൽക്കും ഒരേ രുചി. ശക്തി അച്ചാറിൻ പ്രത്യേക വക, ശക്തി അച്ചാറിൻ പ്രത്യേക രുചി. ശക്തി മസാല റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് മാസ്മര രുചിയുടെ മഹാരാജാവ്. വിശ്വാസത്തിൽ പ്രഥമയിടം. ഏയ് അത് നോക്കി, എന്റെ ഇഷ്ട ഇത് പാവ. ഇതാ നോക്കൂ. അതൊക്കെ ശരി, കോൺട്രാക്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ? കർമ്മം ചെയ്യുക, ഫലത്തെ പറ്റി എന്തിനു ചിന്തിക്കണം? ശാസ്ത്രങ്ങളിൽ ഇതല്ലേ പറയുന്നത്. വീട്ടിൽ ടാറ്റാ സ്കൈ വരുമെങ്കിൽ നല്ല സംസ്കാരവും വരും. ഇനി ആക്റ്റീവ് ദർശൻ വഴി ഷിർദി സായിബാബ, മുംബൈ സിദ്ധി വിനായക്, കാശി വിശ്വനാഥൻ എന്നീ ദർശനങ്ങൾ നടത്തൂ. ഒന്നിച്ച് ദർശനം നടത്തുന്ന കുടുംബം ഒന്നിച്ചു ജീവിക്കും. പ്രണാമം ഗുരുദേവ. ജലദോഷം സാധാരണ ഗുളികയാൽ തലവേദന മാറും, മൂക്കൊലിപ്പ് മാറൂലല്ലോ. അങ്ങനെ കേട്ടോ ചേട്ടാൻ നിൽക്കും പണിയപ്പാടേ. കഴിക്കൂ ഫിക്സ് ആക്ഷൻ 500, ജലദോഷം തലവേദന രണ്ടും മാറി. ശ്രീ ശാന്തനാക്, ഇത്ര ദേഷ്യം നോക്ക, നിന്റെ മുടി പോലും കൊഴിയുന്നു. സോറി ഇഷ്ട, ഈ ഡാൻഡ്രഫ് കാരണം എന്റെ മുടി. ദാ പിടി വേറൊരു സ്റ്റൈലിംഗ് ക്രീം വേണ്ടോ? ഏയ്, ഇതിൽ കോക്കനട്ട് പ്രോട്ടീൻസ് ഉണ്ട്. കോക്കനട്ട്. പുതിയ പാരഷൂട്ട് ആഫ്റ്റർ ഷവർ ആന്റി ഡാൻഡ്രഫ് ക്രീമിലുണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അവ ഡാൻഡ്രഫിനോട് പൊരുതും ദിവസം മുഴുവൻ 24/7. മുടി 50% സ്ട്രോങ്ങർ ആക്കും. കൊള്ളാലോ, ഡാൻഡ്രഫിന് സിക്സർ. എന്താ സിക്സർ, നിനക്കേ അടിക്കാൻ പറ്റൂ. പുതിയ റിവൈവ് ലിക്വിഡ് നിറമുള്ള ടെറിക്കോട്ട്സ് അഥവാ കോട്ടൺസ് 5 മിനിറ്റിൽ ബലമേകുന്നു, യാതൊരു പാടുകളുമില്ലാതെ. മൊബൈൽ വാങ്ങിച്ചോളൂ മോനെ. താങ്ക്സ് അച്ഛാ. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് മൊബൈൽ വാങ്ങാൻ പോവാ. ഓൾ ദ ബെസ്റ്റ് മോനെ. ഫസ്റ്റ് മൊബൈൽ വാങ്ങാൻ പോണേ സാർ. ഓ, ഓൾ ദി ബെസ്റ്റ് അനിയ. ഫസ്റ്റ് മൊബൈൽ വാങ്ങാനാ? അപ്പൊ എല്ലാം ബെസ്റ്റ് ആയിരിക്കണം. ബെസ്റ്റ് നെറ്റ്വർക്ക്, എവിടെയും സിഗ്നൽ കിട്ടണം. ബെസ്റ്റ് ബാറ്ററി, 3 ദിവസം ചാർജ് നിൽക്കണം. ബെസ്റ്റ് കോൾ റേറ്റ്, റിലയൻസ് LG 3000 കളർ. ഇത് തന്നെ ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് മൊബൈലിനും. റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പ്. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. അഞ്ജലി, എന്തൊരു ഇരിപ്പാ മോളേത്. ഇനി എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എനിക്ക് സങ്കടമൊന്നുമില്ലേട്ടാ. അതെ, ഈ മുഖം പിറന്നു വീണ അന്ന് മുതൽ ഞാൻ കാണുന്നതാ. ഇപ്പൊ മനസ്സിൽ എന്താണെന്ന് മോള് പറയാതെ തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഏട്ടൻ പറഞ്ഞത് നമുക്ക് വിശ്വാസമായില്ലേ? നന്ദന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ കള്ളം പറഞ്ഞെന്നാണോ മോള് കരുതുന്നത്? എന്റെ ഏട്ടൻ എന്നോട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാ ഈ പറഞ്ഞത് മോള് വിശ്വസിച്ചിട്ടില്ലാന്നല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഞാൻ നിന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കണ്ടേ? വാ, മോള് വേറെ റെഡിയാവ. നമുക്ക് നന്ദന്റെ വീട് വരുന്നു പോവാം. അവര് പറഞ്ഞ വിശ്വാസമാവുമല്ലോ. അഞ്ജലി, ആ